പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദാ ഈ ഒരു നൈറ്റി ബിറ്റ് വെച്ചിട്ട് ഞാൻ ലേഡീസിനുള്ള ഒരു സിമ്പിൾ ഫ്രോക്കാണ് ചെയ്ത് കാണിക്കുന്നത്. അതിൻ്റെ നെക്ക് പോർഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു ക്ലോത്തിൽ നിന്ന് വളരെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വേസ്റ്റിൽ എലാസ്റ്റിക് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഫ്രോക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഒരു എലാസ്റ്റിക്കും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ തുണി ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 48 ഇഞ്ച് വരുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ഈ ഫ്രോക്കിന് 47 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ് 48 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇതുപോലെ നാലായിട്ടാണ് ഞാൻ തുണി മടക്കി ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് 47 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 48 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് സീം അലവൻസ് ആണ്. ഇനി ഈ ഒരു സൈഡിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. അപ്പോൾ ഷോൾഡർ ടോട്ടൽ എൻ്റെ 15ആണ്. അതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. അപ്പോൾ 7.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തോട്ടേക്ക് ആം ഹോളും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. ചെസ്റ്റ് റൗണ്ട് എനിക്ക് 42 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 1/4 ഭാഗം 10.5 വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് അതും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഷേപ്പിൻ്റെ അവിടം വരെയുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത്ത് അത് 15 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തു. ഇനി വേസ്റ്റ് റൗണ്ട് എനിക്ക് വരുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ 1/4 ഭാഗം 10 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. അതിനുശേഷം നമുക്ക് ഹിപ്പ് ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. ഹിപ്പിൻ്റെ അവിടം വരെയുള്ള ലെങ്ത്ത് 21 ഇഞ്ചാണ്. അതും കൂടി ഞാൻ മാർക്ക് ചെയ്തു. ഹിപ്പ് റൗണ്ട് എനിക്ക് 46 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 11.5 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് മാത്രമേ സീം അലവൻസ് ചേർക്കുന്നുള്ളൂ, ലൂസൊന്നും ചേർക്കുന്നില്ല. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഹിപ്പിൻ്റെ അവിടുന്ന് താഴത്തോട്ടേക്ക് ഇതുപോലെ മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇത് നൈറ്റി ബിറ്റ് ആയതുകൊണ്ടാണ് അധികം വിഡ്ത്ത് കിട്ടാത്തത്. അതിൽ വിഡ്ത്ത് കുറവായിരിക്കും മെറ്റീരിയലിന്. സാധാ മെറ്റീരിയലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിഡ്ത്തിലെടുക്കാം. ഇനി താഴേന്ന് മുകളിലോട്ട് ഇതുപോലെ 1.5 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ സൈഡിൽ ഇതുപോലെ ഒരു കർവ് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അത് വരച്ചില്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സൈഡ് തൂങ്ങിക്കിടക്കും. ഇനി ഞാനിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 3.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇനി താഴത്തോട്ടേക്ക് നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചും എടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടി എന്നിട്ട് ഇതുപോലെ യോജിപ്പിച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ബാക്ക് നെക്കിൻ്റെ ഇറക്കവും കൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് 3.5 ഇഞ്ച്. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കാം. ഇനി ഈ ഒരു ലൈൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടുന്ന് മുകളിലോട്ടേക്ക് ഒരു 1.5 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുത്തിട്ട് അത് രണ്ടും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ആം ഹോൾ ഇങ്ങനെയാണ് വരക്കേണ്ടത്. അത് വരച്ചെടുത്തതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് മാത്രം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ മാർക്കിങ്ങിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്ലീവ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച തുണി ഇതുപോലെ 2 പീസും രണ്ടായിട്ട് ഇതുപോലെ മടക്കി ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് 16 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് 1.5 ഇഞ്ച്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം.
ഈ ഒരു തുണി നമ്മൾ മടക്കി കഴിയുമ്പോൾ നമ്മളുടെ ഷോൾഡറിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി ആഡ് ചെയ്ത അളവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഷോൾഡർ 7.5 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി കൂട്ടി 10.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മടക്കി കഴിയുമ്പോൾ കണ്ടില്ലേ 10.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1.5 ഇഞ്ച് നമ്മുടെ സീം അലവൻസ് ആണ്. അത് ഞാനിവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ലൈനിൽ നമുക്കൊരു 3.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക. അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്, അത് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ആ ഒരു ലൈൻ ഇതുപോലെ താഴത്തോട്ടൊന്ന് വരക്കാം. എന്നിട്ട് ഇതാ ഇവിടുന്ന് കോർണറിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ലൈനിൻ്റെ പകുതി നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. അവിടുന്ന് ഇവിടെ താഴത്തോട്ടേക്ക് 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് കയറ്റി വരക്കുക. മുകളിൽ ഇതുപോലെ 1/2 ഇഞ്ച് പുറത്തോട്ടേക്കും കയറ്റി നമുക്കിങ്ങനെ വരച്ചെടുക്കാം. പിന്നെ ഈ സ്ലീവിൻ്റെ എൻഡിൽ ഞാൻ ചെറിയ ചെറിയ ഗ്യാദേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എൻഡിൽ ഞാൻ വേറെ മാർക്കിംഗ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി. അപ്പോൾ ഇതാ 2 സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ലീവിൻ്റെ നല്ല വശത്ത് മറ്റേ സ്ലീവിൻ്റെ ക്ലോത്തിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ആ ഫ്രണ്ട് പോർഷൻ വരുന്ന ഭാഗം മാത്രം നമുക്ക് 1/2 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പം ആ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി ഈ ഫ്രോക്കിൻ്റെ നെക്ക് ചെയ്യണം. അപ്പോൾ നെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ഇറക്കം ഫ്രണ്ട് നെക്കിൻ്റെത് 6.5 ഇഞ്ചാണ്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. പല ടൈപ്പിലുള്ള നെക്ക് ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് എൻ്റെ ചാനലിൽ കയറി കാണാം. ഇനി ഞാൻ ഇതിന് ഒരു കേർവ്ഡ് വി ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ താഴത്തോട്ടേക്ക് ഇതുപോലെ 1.5 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം വരച്ച ആ കേർവ്ഡ് വി ഷേപ്പിൽ നിന്ന് 1.5 ഇഞ്ചിൽ ഇതേപോലെ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ 1.5 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ഒരു ക്ലോത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനിൽ വരും. അപ്പോൾ അതാ ഇതുപോലെ വരച്ചെടുത്തിട്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഈ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസിൻ്റെ പീസ് ഇതുപോലെ ഒരു ക്ലോത്തിൽ ഞാനൊന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ 1/2 ഇഞ്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ സൈഡ് ഞാൻ ഗമ്മ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആ സ്റ്റിച്ച് അഴിച്ച് മാറ്റേണ്ടി വരും. ഇതാകുമ്പം കുറച്ചും കൂടി എളുപ്പമാണ് ചെയ്യാൻ. അതിനുശേഷം ആ നെക്കിൻ്റെ മിഡ് പോയിൻ്റ് ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു പീസ് ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിച്ചിലൊന്നും തട്ടാതെ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് ഈസി ആയിട്ട് ഫ്രണ്ടിലോട്ടേക്ക് തിരിച്ചിടാൻ വേണ്ടി ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഫ്രണ്ടിലോട്ടേക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം ദാ ഈ ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് ഫ്രണ്ട് നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടി ബാക്ക് പീസിൽ ഞാൻ മാർക്കിംഗ് ഒന്നുകൂടി കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ചായിരുന്നു നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്, അത് ഒന്നുകൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്കിൻ്റെ ഇറക്കം 3.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്, അത് രണ്ടും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. അതിനുശേഷം യു നെക്ക് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, ആ യു ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിൽ നിന്നൊരു പീസ് ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു അളവിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതാ നമുക്ക് ഇതുപോലെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പീസ് ഇതുപോലെ തിരിച്ചു വെച്ചിട്ട് ഇത് താഴത്തെ ഭാഗം ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് ഈ നെക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നീറ്റായി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് പീസ് ഇതാ ഇതുപോലെ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ആ നെക്കിൻ്റെ പോർഷൻ ചെയ്തെടുത്തില്ലേ, അത് ഇതാ ഇതുപോലെ ഉള്ളിലോട്ടേക്ക് കയറ്റി വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡിലും ജോയിൻ ചെയ്തെടുക്കണം. ഇത് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. എന്നിട്ട് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ബാക്ക് നെക്ക് ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ഞാൻ കാണിക്കുന്ന ഈ മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എലാസ്റ്റിക് വേസ്റ്റുള്ള ഡ്രസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി എലാസ്റ്റിക് വെക്കാൻ വേണ്ടി വേസ്റ്റ് ലെങ്ത്ത് ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇതുപോലെ ചെയ്യണം. അപ്പോൾ 15 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് ലെങ്ത്ത്. അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഒന്ന് ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിൽ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തില്ലേ, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ സീം അലവൻസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് എലാസ്റ്റിക് വെക്കാൻ വേണ്ടി, എലാസ്റ്റിക് കേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും ഞാനൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര വിഡ്ത്തുള്ള എലാസ്റ്റിക് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഈ ക്ലോത്ത് എടുക്കാൻ. അപ്പോൾ എൻ്റെ എലാസ്റ്റിക്കിന് 1/2 ഇഞ്ച് മാത്രമേ വിഡ്ത്തുള്ളൂ. അപ്പോൾ അത് കടക്കുന്ന രീതിയിലുള്ള എലാസ്റ്റിക് കേസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് എടുത്തു ആ പീസിൻ്റെ. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിൽ സീം അലവൻസ് മാർക്ക് ചെയ്തില്ലേ, അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡിലേക്കൂടെയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. സൈഡിൽ ഗ്യാപ്പ് കൊടുക്കണം ആ എലാസ്റ്റിക് കടത്തി വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട, അപ്പുറത്തെ സൈഡിലും അതിൽ കൂടെയാണ് നമ്മൾ എലാസ്റ്റിക് കടത്തി വിടുന്നത്. അപ്പോൾ ഇതാ ബാക്കിൽ ചെയ്ത അതേപോലെ തന്നെ ഞാൻ ഫ്രണ്ടിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ?
ഇനി നമുക്കിതിൻ്റെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ സ്ലീവിൻ്റെ എൻഡിൽ ഞാൻ ചെറിയൊരു ഗ്യാതറിങ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഒരു 3 ഇഞ്ച് വീതം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ചെറിയ ഞൊറിവ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് റൈറ്റിലോട്ടേക്കും ഇപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെറിയ ഗ്യാതറിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ സ്ലീവിലും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ സ്ലീവ് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ചെറിയൊരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്ലീവ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ താഴത്തായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതി. ദാ ഈ ഒരു പീസ് ഞാനിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഈ ഭാഗം രണ്ടായിട്ട് നമുക്കൊന്ന് മടക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മടക്കിയിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ റെഡിയാക്കി എടുത്ത സ്ലീവ് ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ ഫ്രോക്ക് നിവർത്തി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുഴിച്ച് കട്ട് ചെയ്ത്. അത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്കും അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ മുന്നത്തെ വീഡിയോയിലും ഒക്കെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കണം. സ്ലീവ് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് എല്ലാം ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഡ്രസ്സ് തിരിച്ചിട്ടിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സീം അലവൻസ് ഉണ്ടല്ലോ അതെല്ലാം മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ അതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം കാണിച്ചതല്ലേ അതുകൊണ്ട് വീണ്ടും മാർക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ആ വരച്ച ലൈനിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴത്തെ ഭാഗത്ത് നമ്മൾ അധികം സീം അലവൻസ് ഒന്നും വിട്ടിട്ടില്ല. മാക്സിമം നമുക്ക് കിട്ടുന്ന അത്ര എടുക്കാം വിഡ്ത്ത്. എന്നിട്ട് ഇതുപോലെ വരച്ച ലൈനിൻ്റെ മേലെ കൂടെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡിലും അതുപോലെ തന്നെ ഞാൻ മാർക്കിംഗ് കൊടുത്തിട്ട് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ രണ്ട് സൈഡും നമുക്ക് ആ വരച്ച ലൈനിലേക്ക് കൂടി ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എലാസ്റ്റിക് കടത്തിവിടാൻ വേണ്ടി ഉണ്ടാക്കിയ ആ കേസിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് വീഴരുത്. അതിൻ്റെ ബാക്കി ഭാഗത്തെ കൂടെ വേണം നമ്മൾ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ രണ്ട് സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ടോപ്പിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീണ്ടും കാണിക്കണ്ടല്ലോ, ഇതുപോലെ മടക്കിയിട്ടൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എലാസ്റ്റിക് കേസിൻ്റെ ഉള്ളിലേക്ക് കൂടി എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എലാസ്റ്റിക് എത്ര എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ അതിനേക്കാൾ ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് എലാസ്റ്റിക് എടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 36 ഇഞ്ച് എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. 36 ഇഞ്ച് ലെങ്ത്ത് വരുന്നത്. ഇനി നമ്മളത് ഈ എലാസ്റ്റിക് കേസ് റെഡിയാക്കിയില്ല അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതുപോലെ ഒരു പിന്നിട്ടിട്ട് നമുക്ക് എലാസ്റ്റിക് ഉള്ളിലേക്ക് കൂടെ കടത്തിയെടുക്കാം.
അപ്പോൾ ഒരു സൈഡ് ഫുൾ എലാസ്റ്റിക് കടത്തിയെടുത്തതിന് ശേഷം അത് ഈ സൈഡിലേക്ക് കൂടെ വലിച്ചിട്ട് മറ്റേ സൈഡിലും നമുക്കിതുപോലെ ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ വലിച്ചെടുക്കാം. അപ്പുറത്തെ അറ്റത്തു നിന്ന് ഉള്ളിൽ കയറിപ്പോകാണ്ടിരിക്കാൻ അവിടെയും കൂടി ഒരു പിന്ന് കുത്തി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് എലാസ്റ്റിക് ഇട്ടെടുക്കുന്നുണ്ട്. ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം രണ്ട് ഭാഗവും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നമുക്കൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഈ എലാസ്റ്റിക് ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇത് കറക്റ്റായിട്ടൊന്ന് വലിച്ച് ഗ്യാതറിങ്സ് എല്ലാം കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എലാസ്റ്റിക് ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.